We shall now discuss about the law of conservation of energy. ഈ ലോ അനുസരിച്ച് എനർജി ക്യാൻ നൈദർ ബി ക്രിയേറ്റഡ് നോർ ബി ഡിസ്ട്രോയിഡ്. എനർജി ക്യാൻ ഓൺലി ബി ട്രാൻസ്ഫോംഡ് ഫ്രം വൺ ഫോം ടു അനദർ. അപ്പോൾ ഒരു ഫോമിൽ ഉള്ള എനർജി ഡിസപ്പിയർ ചെയ്ത് കഴിഞ്ഞാൽ ഒരു പ്രോസസ്സിൽ ഒരു ഫോമിൽ എനർജി ഡിസപ്പിയർ ചെയ്താൽ അത്രയും എമൗണ്ട് ഓഫ് എനർജി മറ്റൊരു ഫോമിൽ റീഅപ്പിയർ ചെയ്യും. അപ്പോൾ ടോട്ടൽ എനർജി ഓഫ് ആൻ ഐസൊലേറ്റഡ് സിസ്റ്റം ഈസ് എ കോൺസ്റ്റൻറ്റ്. ഐസൊലേറ്റഡ് സിസ്റ്റം എന്ന് പറയുമ്പോൾ ഇറ്റ് ഈസ് നോട്ട് ആക്റ്റഡ് അപ്പോൺ ബൈ അതർ എക്സ്റ്റേണൽ ഫാക്ടേഴ്സ്. അങ്ങനെയുള്ള ഐസൊലേറ്റഡ് സിസ്റ്റത്തിൻ്റെ ടോട്ടൽ എനർജി കോൺസ്റ്റൻ്റ് ആണ്. അപ്പോൾ നമ്മളിവിടെ കൺസിഡർ ചെയ്യുന്നത് ഒരു ഫ്രീലി ഫോളിംഗ് ബോഡി, അതിൻ്റെ ടോട്ടൽ എനർജി അറ്റ് ഡിഫറെൻറ്റ് പോയിൻറ്റ്സ് ഓഫ് ഇറ്റ്സ് മോഷൻ കോൺസ്റ്റൻ്റ് ആണോ എന്നുള്ളത് നോക്കുകയാണ്. അപ്പോൾ ഒരു ബോഡി ഓഫ് മാസ് എം, സപ്പോസ് ഇറ്റ് ഈസ് അറ്റ് എ ഹൈറ്റ് h ഫ്രം ദി ഗ്രൗണ്ട്. അപ്പോൾ ഈ ഗ്രൗണ്ട് ലെവലിൽ നിന്ന് ദ ബോഡി ഈസ് അറ്റ് ദി പോയിന്റ് എ. അപ്പോൾ ഈ ബോഡിൻ്റെ ഹൈറ്റ് ഫ്രം ദി ഗ്രൗണ്ട് സപ്പോസ് ഇറ്റ് ഈസ് അറ്റ് എച്ച്. ഈ എ എന്നുള്ള പോയിന്റിൽ നിന്ന് നമ്മൾ ബോഡിനെ താഴത്തേക്ക് വിടുന്നു. അപ്പോൾ ഇനീഷ്യൽ വെലോസിറ്റി, അതിൻ്റെ ഇനീഷ്യൽ വെലോസിറ്റി എന്താണ്? 0. ഇനീഷ്യലി ഇറ്റ് ഈസ് അറ്റ് റെസ്റ്റ്. അപ്പോൾ അറ്റ് ദ പോയിന്റ് എ, the initial velocity of the body എന്ന് പറയുന്നത് u is equal to 0, or we can say velocity ആയതുകൊണ്ട് v എന്നെടുത്തു, v equal to 0. so the kinetic energy of the body initially it is 0. ഇനി ഇത് ഹൈറ്റ് എച്ചിലാണ്. അപ്പോൾ അതിന് ആ പൊസിഷൻ കാരണം എന്തുണ്ട്? പൊട്ടൻഷ്യൽ എനർജി ഉണ്ട്. നമ്മൾ ഡ്രോപ്പ് ചെയ്യുന്നതിൻ്റെ ജസ്റ്റ് മുമ്പ് the potential energy of the body is mgh. due to its position it has a potential energy mgh. ടോട്ടൽ എനർജി എന്ന് പറയുന്നത് കൈനറ്റിക് എനർജി പ്ലസ് പൊട്ടൻഷ്യൽ എനർജി ആണ്, ആൻഡ് ദാറ്റ് ഈസ് ഈക്വൽ ടു mgh. Now after some time the body reaches the ground. It reaches the position B എന്നുള്ള പൊസിഷനിലേക്ക് എത്തുന്നു. അപ്പോൾ അതിൻ്റെ എനർജി, ടോട്ടൽ എനർജി എന്താണ്? അപ്പോൾ ലോ ഓഫ് കൺസർവേഷൻ ഓഫ് എനർജി പ്രകാരം നേരത്തെ ഉണ്ടായിരുന്ന അത്രയും എനർജി അത് ഗ്രൗണ്ടിലെത്തിയാലും ഉണ്ടാവണം. So we can see whether it is the same at the point B. What about the height of the body from the ground? height 0 ആയി അല്ലേ, h equal to 0. അപ്പോൾ പൊട്ടൻഷ്യൽ എനർജി ഓഫ് ദ ബോഡി ഈസ് നൗ ഈക്വൽ ടു 0. അത് ഗ്രൗണ്ടിലെത്തിയതുകൊണ്ട് അതിൻ്റെ പൊട്ടൻഷ്യൽ എനർജി 0 ആണ്. ഇനി വാട്ട് ഈസ് ഇറ്റ്സ് വെലോസിറ്റി? അപ്പോൾ ഇനീഷ്യലി നമ്മൾ ഇടുന്നതിന് മുമ്പ് 0 വെലോസിറ്റി ആയിരുന്നു, റെസ്റ്റിലായിരുന്നു. അതിന് താഴത്തേക്ക് ഇട്ട് കഴിഞ്ഞാൽ അതിൻ്റെ വെലോസിറ്റി കൂടി വരുന്നു അല്ലേ, ഭൂമി അതിനെ ആകർഷിക്കുന്നു. സോ ആ ആക്സിലറേഷനിലാണ് അത് വരുന്നത്. താഴെ വെലോസിറ്റി കൂടി വരുന്നു. ഇനി താഴെ എത്തുമ്പോൾ എന്താണ് വെലോസിറ്റി എന്ന് കണ്ടുപിടിക്കാൻ നമുക്ക് ഇക്വേഷൻ ഓഫ് മോഷൻ ഉപയോഗിക്കാം. v സ്ക്വയർ ഈക്വൽ ടു u സ്ക്വയർ പ്ലസ് 2as. അപ്പോൾ v സ്ക്വയർ ഈക്വൽ ടു ഇനീഷ്യൽ വെലോസിറ്റി 0 പ്ലസ് 2 ഇൻറ്റു ആക്സിലറേഷൻ എന്ന് പറയുന്നത് g ആണ്, ആക്സിലറേഷൻ ഡ്യൂ ടു ഗ്രാവിറ്റി. ഇനി ഈ ബോഡി ട്രാവൽ ചെയ്യുന്ന ഡിസ്റ്റൻസ് എത്രയാണ്? h അല്ലേ, h ഹൈറ്റിലൂടെയാണ് അത് മൂവ് ചെയ്യുന്നത്. സോ വി ഹാവ് v സ്ക്വയർ ഈക്വൽ ടു 2gh ഓർ v ഈക്വൽ ടു റൂട്ട് ഓഫ് 2gh. സോ വാട്ട് ഈസ് ദ കൈനറ്റിക് എനർജി ഓഫ് ദ ബോഡി? ഹാഫ് m v സ്ക്വയർ ഈക്വൽ ടു ഹാഫ് ഇൻറ്റു m ഇൻറ്റു v സ്ക്വയർ എന്ന് പറയുന്നത് 2gh ഈക്വൽ ടു ഈ 2 ക്യാൻസലായി mgh ആണ് കൈനറ്റിക് എനർജി. സോ ദ ടോട്ടൽ എനർജി ഈക്വൽ ടു പൊട്ടൻഷ്യൽ എനർജി പ്ലസ് കൈനറ്റിക് എനർജി. പൊട്ടൻഷ്യൽ എനർജി 0 ആണ് ഈ ഗ്രൗണ്ടിൽ, അപ്പോൾ കൈനറ്റിക് എനർജി എന്ന് പറയുന്നത് mgh. ഇപ്പോൾ ടോട്ടൽ എനർജിൻ്റെ ആൻസർ mgh. നേരത്തെ കിട്ടിയതും mgh ആണ്. അപ്പോൾ ബോഡി ഇനീഷ്യലി അത് ഹൈറ്റിലായിരുന്നപ്പോൾ ഇറ്റ്സ് എനർജി വാസ് കംപ്ലീറ്റ്ലി പൊട്ടൻഷ്യൽ. അത് ഗ്രൗണ്ടിൽ എത്തുമ്പോൾ ദ എനർജി ഈസ് കംപ്ലീറ്റ്ലി കൺവേർട്ടഡ് ഇൻ ടു കൈനറ്റിക് എനർജി. Now what about at some intermediate position? അപ്പോൾ ഈ എ ബി എന്നുള്ളതിൻ്റെ ഇടയിൽ വി ആർ കൺസിഡറിങ് ആൻ intermediate position C at which is at a distance x from the point A. എയിൽ നിന്ന് എക്സ് ഡിസ്റ്റൻസിലാണ് ഈ പോയിന്റ് സി എന്ന് വിചാരിക്കാം. അപ്പോൾ ഗ്രൗണ്ടിൽ നിന്ന് അത് എത്ര ഡിസ്റ്റൻസിലായിരിക്കും? എച്ച് മൈനസ് എക്സ് അല്ലേ. ഈ ഡിസ്റ്റൻസ് ടോട്ടൽ ഹൈറ്റ് ആണ് എച്ച്. അപ്പോൾ ഈ ഹൈറ്റിൽ നിന്ന് ഇത് ഇത്രയും ദൂരം എക്സ് ആണെങ്കിൽ ഈ ഭാഗം എച്ച് മൈനസ് എക്സ് ആയിരിക്കും. സോ വാട്ട് ഈസ് ദ എനർജി ഓഫ് ദ ബോഡി അറ്റ് സി?
അപ്പോൾ ലോ ഓഫ് കൺസർവേഷൻ പ്രകാരം ടോട്ടൽ എനർജി എല്ലാ സ്ഥലത്തും സെയിം ആയിരിക്കണം. Now we shall see what is the potential energy. Potential energy പറയുന്നത് mg into height from the ground എത്രയാണ്? h minus x. ഇനി ഈ പോയിന്റ് സിയിൽ കൈനറ്റിക് എനർജി കണ്ടുപിടിക്കുന്നതിന് മുമ്പ് we have to find the velocity of the body. അപ്പോൾ വെലോസിറ്റി കണ്ടുപിടിക്കാൻ we are using the third equation of motion. So v square equal to initially drop ചെയ്യുന്നതിന് മുമ്പ് 0 ആണ് വെലോസിറ്റി പ്ലസ് 2g ഇൻറ്റു ഇത്ര ദൂരം, ഈ ഡിസ്റ്റൻസ് a തൊട്ട് c വരെയുള്ള ഡിസ്റ്റൻസ് x ആണ്. So the velocity is root of 2gx. So what is the kinetic energy? Half mv square equal to half into m into v square എന്ന് പറയുന്നത് 2gx. 2gx that is equal to 2 cancel ചെയ്തു. Kinetic energy is mgx. Now we have to find the total energy. Total energy equal to kinetic energy plus potential energy equal to mgx ആണ് kinetic energy. Potential energy എന്താണ്? mg h minus x. mg into h minus x. അപ്പോൾ ഇത് സിംപ്ലിഫൈ ചെയ്യുമ്പോൾ ബ്രാക്കറ്റ് റിമൂവ് ചെയ്താൽ ഈ ടേം mgh മൈനസ് mgx ആയി. അപ്പോൾ ഈ പ്ലസ് mgxും മൈനസ് mgxും ക്യാൻസൽ ചെയ്തിട്ട് ബാക്കി നമുക്ക് കിട്ടുന്ന ആൻസർ ടോട്ടൽ എനർജി ഈക്വൽ ടു mgh. അപ്പോൾ ആ ഇൻ്റർമീഡിയറ്റ് പൊസിഷനിലും നമുക്ക് കിട്ടുന്ന ടോട്ടൽ എനർജി mgh തന്നെയാണ്. ഫ്രീലി ഫോളിംഗ് ബോഡി ഈസ് ഒബേയിങ് ദ ലോ ഓഫ് കൺസർവേഷൻ ഓഫ് എനർജി. ഇനി ഇതിനെ ഗ്രാഫിക്കലി റെപ്രസെൻ്റ് ചെയ്യുകയാണെങ്കിൽ സപ്പോസ് വി ആർ പ്ലോട്ടിംഗ് ഹൈറ്റ് അലോങ് ദി എക്സ് ആക്സിസ് ആൻഡ് എനർജി അലോങ് ദ വൈ ആക്സിസ്. അപ്പോൾ ആദ്യം ഹൈറ്റ് 0 ആയിരിക്കുമ്പോൾ ഏത് എനർജിയാണ് 0 ആവുന്നത്? പൊട്ടൻഷ്യൽ എനർജി. ഇനി പൊട്ടൻഷ്യൽ എനർജി ഗോസ് ഓൺ ഇൻക്രീസിങ് വിത്ത് ഹൈറ്റ്. പൊട്ടൻഷ്യൽ എനർജി ഇൻക്രീസസ് വിത്ത് ഹൈറ്റ്. അപ്പോൾ ഈ ഗ്രാഫ് ഇത് വരച്ചിരിക്കുന്നത് പൊട്ടൻഷ്യൽ എനർജിൻ്റെയാണ്. ആ ഹൈറ്റ് 0 ആയിരിക്കുമ്പോൾ ഗ്രൗണ്ടിൽ എത്തുമ്പോൾ കൈനറ്റിക് എനർജി മാക്സിമം വാല്യൂ ഈ വാല്യൂവിലാണ്. പിന്നെ ഹൈറ്റ് കൂടുന്നതിനനുസരിച്ച് കൈനറ്റിക് എനർജി കുറയുകയാണ് ചെയ്യുന്നത്. അപ്പോൾ സ്കെയിൽ ഉപയോഗിച്ച് സ്ട്രെയിറ്റ് ലൈൻ വരയ്ക്കണം. This graph represents the kinetic energy. What about the total energy? That is always a constant. Total energy is straight line. Total energy equal to mgh. Total energy constant ആണ്. അപ്പോൾ ഇതിൽ പൊട്ടൻഷ്യൽ എനർജി ഹൈറ്റ് 0 ആകുമ്പോൾ 0, പിന്നെ ഇറ്റ് ഇൻക്രീസസ് വിത്ത് ഹൈറ്റ്. സ്ട്രെയിറ്റ് ലൈൻ ഗ്രാഫാണ്. കൈനറ്റിക് എനർജിൻ്റെ ഗ്രാഫാണ് ഈ നെഗറ്റീവ് സ്ലോപ്പ് ഉള്ള ലൈന്. ടോട്ടൽ എനർജി എന്ന് പറയുന്നത് ഇറ്റ് ഈസ് എ കോൺസ്റ്റൻറ്റ്. So a freely falling body obeys the law of conservation of energy.